നാണമുണ്ടോ ആരോഗ്യമന്ത്രി വീണ ജോർജിന്? ഈ ചോദ്യം ചോദിക്കുന്നത് ഞാനല്ല. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 39 ദിവസത്തിലധികമായി വരങ്കിടപ്പ് കിടക്കുന്ന ആശമാരാണ്. നമ്മുടെ സർക്കാർ ഒരിക്കൽ കൂടി സ്ത്രീകൾക്കൊപ്പമല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ സർക്കാർ എന്ന് മാത്രം പറയാൻ പറ്റില്ല. നമ്മുടെ സർക്കാരിലെ സ്ത്രീ മന്ത്രിമാർ ഒരിക്കലും സ്ത്രീകൾക്കൊപ്പമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നും പുറപ്പെട്ട ആരോഗ്യമന്ത്രി വീണ്ടും ആശമാരെ പറ്റിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ക്യൂബൻ സംഘത്തെ സ്വീകരിക്കാനാണ് മന്ത്രി വീണ ജോർജ് ഒരുങ്ങി പുറപ്പെട്ട് ദില്ലിയിലെത്തിയത് എന്ന വിവരങ്ങൾ. ക്യൂബയും കേരളവും തമ്മിലുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണം സംബന്ധിച്ച തുടർ ചർച്ചകളാണ് മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട എന്നറിയുന്നു. നാണമുണ്ടോ ആരോഗ്യമന്ത്രിക്ക്? ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ആരോഗ്യ മേഖലയിലുള്ള സാധുക്കളായവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ക്യൂബയുമായിട്ടുള്ള എന്ത് സഹകരണമാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ളത് എന്ന് കേരളം ചോദിക്കുകയാണ്. ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ന് രാവിലെ ദില്ലിയിൽ എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ധാരണയിലായ വിഷയങ്ങളിലെ തുടർ ചർച്ചകളാണത്രേ ലക്ഷ്യം. എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിരാവിലെ ദില്ലിയിലേക്ക് പറക്കുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞത് ആശമാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനായുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തന്റെ യാത്ര എന്നതാണ്. ആശ എന്നത് കേന്ദ്ര പദ്ധതിയാണ് എന്നും വേതന വർധനവ് അതുകൊണ്ട് തന്നെ കേന്ദ്രമാണ് നടപ്പാക്കേണ്ടത് എന്നുമാണ് മാധ്യമ പ്രവർത്തകരോട് ആരോഗ്യമന്ത്രി രാവിലെ യാത്ര പോകുന്ന സമയത്ത് പറഞ്ഞത്. എന്നാൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ അപ്പോയിന്റ്മെന്റിന് ശ്രമം നടത്തുമെന്ന് അത് ലഭിച്ചാൽ നേരിൽ കാണും എന്നുമാണ് ആരോഗ്യമന്ത്രി ദില്ലിയിൽ എത്തിയ ശേഷം പറഞ്ഞത്. ഇത് കേട്ട ആശമാർ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഒരു മന്ത്രിയെ കാണാൻ പോകണമെങ്കിൽ, അതും കേന്ദ്ര ആരോഗ്യമന്ത്രിയൊക്കെ കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും അപ്പോയിന്റ്മെന്റ് നേരത്തെ എടുക്കാതെ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ കള്ളക്കളി ഉണ്ട് എന്നുള്ള കാര്യം ആശമാർക്കെല്ലാം സൂചനകൾ ലഭിച്ചിരുന്നതാണ്. അത് അവർ തമ്മിൽ പറയുന്നതുമുണ്ട്. ഇതൊരിക്കലും ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവരുടെ എന്തോ കാര്യത്തിന് അവർ പോയതാണ്, ചിലപ്പോൾ അവർ പോയിട്ട് പോലും ഉണ്ടാവില്ല, ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പോലും ഇന്ന് ഞങ്ങളോട് പറഞ്ഞ ആശമാരുണ്ട്. ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് രാവിലെ ദില്ലിയിൽ വന്ന് കാണാൻ അനുമതി ചോദിച്ചാൽ ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും ദില്ലിയിലെത്തി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്ന മുട്ടാപ്പോക്ക് നയങ്ങൾ. തലസ്ഥാനത്തെ പ്രതിഷേധ സമരം 39 ദിവസം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആശാപ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ 3 പേരാണ് നിരാഹാരം ഇരിക്കുന്നത്. ആശാ വർക്കർമാരായ MA ബിന്ദു, KP തങ്കമണി, R ഷീജ എന്നിവരാണ് ആദ്യം സമരം ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട്, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ ദില്ലി യാത്ര. സമരം നടക്കുന്നതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിലേക്ക് പോയതിനെ ആശാ പ്രവർത്തകർ വിമർശിച്ചു. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ക്ഷണിച്ചത് പ്രഹസനവും പരിഹാസവും മാത്രമായിരുന്നു. അന്നേരം ആരോഗ്യമന്ത്രി പറഞ്ഞത്, ഞാൻ എന്റെ ആശമാരെ ചേർത്ത് പിടിക്കുന്നു എന്നാണ്. അവർ ആരെയും ചേർത്ത് പിടിച്ചില്ല എന്ന് തന്നെയാണ് ആശമാർ ഇന്നും തങ്ങളുടെ നിരാഹാര സമരത്തിന് സപ്പോർട്ട് ചെയ്യുന്ന, തങ്ങളുടെ കൂടെയുള്ള ആശമാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ആശാപ്രവർത്തകർ പറഞ്ഞത്. ഒരിക്കലും ആരോഗ്യമന്ത്രി ഈ ആരോഗ്യ വകുപ്പ്, സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. സമരത്തിന്റെ 38ാം ദിവസമായ ഇന്നലെ രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് സംസാരിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ ഹെൽത്ത് മിഷന്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയലാണ് ആദ്യം ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഓണറേറിയം 21,000 രൂപയാക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കണമെന്നും ആശമാരുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം ആശമാർ ഉൾക്കൊള്ളണം എന്നാണ് ഡോക്ടർ വിനയ് ഗോയലിന്റെ മറുപടി. 1 മണിക്കൂറിലേറെ നീണ്ട ചർച്ച ധാരണ പോലും ആകാതെ പിരിയുകയായിരുന്നു. പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജുമായും ആശമാർ ചർച്ച നടത്തി. എന്നാൽ ഓണറേറിയം വർധനയെക്കുറിച്ച് മന്ത്രി ഒന്നും മിണ്ടിയില്ല. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും ഇപ്പോൾ സമരം അവസാനിപ്പിക്കണം എന്നുമാണ് മന്ത്രി ആശമാരോട് ആവശ്യപ്പെട്ടത്. അതിനു പിന്നാലെയാണ് സമരം ഘടിപ്പിക്കാൻ ആശമാർ തീരുമാനിച്ചത്. എന്നാലും സാമ്പത്തിക ഞെരുക്കം ഉള്ളപ്പോഴും ഇഷ്ടജനങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു കാര്യവുമില്ലാതെ ശമ്പളം കൂട്ടാൻ അറിയുന്ന സർക്കാരാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാകാതെ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് തിരിച്ചു പോകില്ല എന്ന പ്രതിജ്ഞയിൽ തന്നെയാണ് ഇപ്പോൾ ആ വെയിലത്തും ഇനി പട്ടിണിയിരുന്നും സമരം ചെയ്യാൻ പോകുന്ന ആശമാർ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.